ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു ഹൂപ്പ് ഇയറിംഗ്, അതായത് കുഞ്ഞ് വളയം പോലിരിക്കുന്ന ഇയറിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇയറിംഗ് ആണ് നമ്മൾ സിമ്പിളായിട്ടൊരു ഇയറിംഗ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളാണ്, അധികം ടൈമൊന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഹൂപ്പിൻ്റെ ഇതാണെങ്കിൽ പല സൈസ്, ഇത് പറയുന്ന ഹൂപ്പ് എന്നാട്ടോ പറഞ്ഞത്, ഹൂപ്പ് ഇയറിങ്ങിന് വെക്കുന്ന ആ ഒരു സംഭവമാണ്. നിങ്ങൾ കടയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലത്തെ കമ്മലുകളൊക്കെ, ബീഡ്സ് വെച്ചതും ജിമിക്ക വെച്ചതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഹൂപ്പാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മോട്ടി എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ ഇത് പല സൈസിൽ ഇത് അവൈലബിൾ ആണ്. നമുക്കിത് കുറച്ചുകൂടെ തിക്കായിട്ടുള്ളതും കിട്ടും, അല്ലാതെ ഇതുപോലത്തെ കമ്പിയുടെ സൈസും കിട്ടും, അല്ലെങ്കിൽ ഇത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ളതും കിട്ടും, കുറച്ച് തിക്കായിട്ടുള്ളത് നമുക്ക് കിട്ടും. പിന്നെ ഇതുപോലെ ഇതിൻ്റെ വലിയ സൈസും കിട്ടും, ചെറിയ സൈസും കിട്ടും, സ്മോൾ മീഡിയം ബിഗ് അങ്ങനത്തെ സൈസും കിട്ടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് വാങ്ങിച്ച് നോക്കുക. അപ്പോൾ ഞാനും ഈ ജ്വല്ലറി മേക്കിംഗ് തുടങ്ങിയ സമയത്ത് ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഹൂപ്പ് ഇയറിങ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഹൂപ്പ് ഇയറിങ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ജിമിക്കയാണ്. ഈ ജിമിക്കയുടെ ഈ ഒരു എന്താണ് ബേസ് ആയിട്ട് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ആ ജിമിക്കയിൽ ഞാനിങ്ങനെ ജംറിങ് വെച്ചിട്ട് ഗുങ്കുരു ഒക്കെ വെച്ചതാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. അപ്പം ഈ ഒരു ബേസ് ആയിട്ട് നമുക്ക് അതിപ്പം മോട്ടി എന്ന് പറഞ്ഞ സ്റ്റോറിലാണെങ്കിലും എല്ലാ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലും ഒക്കെ ഈ ഒരു ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒത്തിരി വലിയ വലിയ ജിമിക്കയും ചെറിയ ജിമിക്കയും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗിയർ ലോക്കാണ്, ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഗുങ്കുരു ആണ്. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരൂസ് ഒക്കെ ഉണ്ട്. അപ്പം വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരു നമ്മൾ ചോദിച്ചാൽ മതി, അപ്പോൾ അവർ കാണിച്ചു തരുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരു എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ സാധാരണ ഈ ഒരു കമ്മലിൻ്റെ അടിയിരിക്കുന്ന ഇങ്ങനെ കിണുങ്ങാമണി പോലത്തെ സാധനം ഉണ്ടല്ലോ, അതാണ് ആ ഒരു സാധനം. പിന്നെ അപ്പോൾ നമ്മളിനി കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം കമ്മൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഒരു ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ സ്ലോ ആയിട്ട് വേണം എടുക്കുക. അപ്പം നമ്മൾ പ്ലെയർ എടുത്തിട്ടുണ്ട്. പ്ലെയർ എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് വളച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്യാൻ കുറച്ച്, നമ്മളിപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, കുറച്ച് ഭാഗത്ത് വെച്ചിട്ട് ജിമിക്ക് ഇങ്ങനെ കയറ്റി അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ജിമിക്കയിൽ കുറച്ച് ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾസിൽ നമ്മൾ ഇതുപോലെ ജംറിങ് വെച്ചിട്ട്, ജംറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളയം പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്, വട്ടം പോലെ ഇരിക്കുന്നത്. അത് വെച്ചിട്ട് ഈ ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഈ ഗുങ്കുരു വെച്ചുള്ള അവിടെ ഇട്ടിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു നമ്മൾ നേരത്തെ ഒരു ജിമിക്ക കാണിച്ചില്ലായിരുന്നു, ആ ജിമിക്കയിൽ കുറേ ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് ജസ്റ്റ് നമുക്കൊന്ന് ഫില്ല് ചെയ്യണം. ഇതുപോലെ ജംറിങ് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജംറിങ് വെച്ചിട്ട് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരു വെച്ചിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജംറിങ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഹോൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഇതുപോലത്തെ ഒരു കുഞ്ഞു സംഭവമാണ്. ഇത് കട്ടിയുള്ളതും കിട്ടും, കട്ടി കുറഞ്ഞതും ഒക്കെ കിട്ടും കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കി വാങ്ങിക്കുക. ഞാനിപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇതല്ലാതെ കുറച്ചുകൂടെ നല്ല കട്ടിയുള്ള ജംറിങ് നമുക്ക് കിട്ടും. ഇതൊക്കെ നമ്മൾ ചോദിച്ച് വാങ്ങിക്കുക, അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചോദിച്ച് വാങ്ങിക്കാം. അപ്പോൾ നമ്മളിത് പ്ലെയർ വെച്ച് അകത്തിങ്ങനെ അങ്ങനെ അകത്തി കൊടുക്കും. അങ്ങനെ ഒടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അകത്തി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ കടയിലൊക്കെ ഇങ്ങനത്തെ ജിമിക്കി ടൈപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ വെറൈറ്റി ഡിസൈനൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗൂഗിളൊക്കെ നോക്കാം. നമ്മളിതിങ്ങനെ അകത്തിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു സംഭവത്തിൽ ഒന്നെങ്കിൽ ഒന്നോ രണ്ടോ നമുക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ, കാരണം ഇച്ചിരി ചെറുതാണ്. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലിയ ജംറിങ് നമുക്ക് കിട്ടും കേട്ടോ. ഇതൊക്കെ നമ്മൾ നോക്കി വാങ്ങിക്കുക. നമുക്കത് മൊത്തത്തിൽ അതങ്ങ് ഫില്ല് ചെയ്യാം. നമ്മൾ നല്ല രീതിയിൽ അത് പ്ലെയർ വെച്ചിട്ട് മുറുക്കി കൊടുക്കണം. നമ്മളിതുപോലെ പൂപ്പെടുത്തിട്ട് നമ്മൾ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. ഗിയർ ലോക്ക് എടുത്തിട്ട് നമ്മളൊരു പകുതി വരെ, ഞാൻ ഇവിടെ വരെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഇതനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അമക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ എൻഡ് പോർഷനിൽ കൊണ്ടുവന്നിട്ട് അമക്കി കൊടുക്കുക. ഞാനിങ്ങനെ നല്ല കറക്റ്റിൽ അമക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതുപോലെ ഗുങ്കുരൂസ്, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ആ ഒരു ഗുങ്കുരു ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര സിമ്പിളാട്ടോ ചെയ്യാൻ. അങ്ങനെ നമുക്ക് ഈ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ, അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ. നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പം അയ്യോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, പക്ഷെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇത് ഇത്ര വലിയ എളുപ്പമായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ ഒത്ത നടുക്കിന് കൊണ്ടുവന്നാണ് ഞാൻ ആ ഒരു ജിമിക്ക ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ജിമിക്ക ഇട്ടു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈപ്പ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഗ്ലാസ് ബീഡും ഒക്കെ, ഗ്ലാസ് ബീഡ് ആകുമ്പോൾ അധികം വെയിറ്റ് ഇല്ല, ക്രിസ്റ്റൽ ബീഡ്സിനും അധികം വെയിറ്റ് ഇല്ല. ബാക്കിയുള്ള ബീഡ്സിനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് വെയിറ്റ് ഉള്ള ബീഡ്സ് ആണ്. അപ്പം നമ്മുടെ കാത് ഇങ്ങനെ തൂങ്ങിക്കിടക്കാതെ, ചിലർക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര വെയിറ്റ് ഉള്ള വലിയ കമ്മലുകളൊക്കെ, പക്ഷേ ചിലർക്കാണെങ്കിൽ വെയിറ്റ്, പക്ഷേ വെയിറ്റ്ലെസ് ആട്ടോ. അപ്പോൾ മറ്റേൻ്റെ ആ ഒരു ഇത്ര ഇതിലനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്.
കണ്ടോ? ഇത്രയും വരെ നമ്മൾ കുറച്ച് സ്പേസ് വിടണം. കാരണം ഈ ജിമിക്ക് ഇങ്ങനെ ആടണ്ടേ. നമ്മൾ ഒത്തിരി അങ്ങ് എന്താണ് അമക്കി അങ്ങ് വെക്കരുത്. കുറച്ച് നമ്മൾ ഇച്ചിരി ഒരു ശ്വാസമെങ്കിലും ജിമിക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്ക് വിചാരിക്കുന്നു. കണ്ടോ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്നെടുക്കാം കേട്ടോ. കണ്ടോ കണ്ടോ? നമ്മുടെ ആ ഒരു കമ്മൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കമ്മലാണ്. അപ്പം ഇതാണ് നമ്മുടെ ആ 2 ജിമിക്കി എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഇയറിങ്സ് നിങ്ങൾ കടകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആവുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.